പേര് ഡോക്ടർ ഷമീമ. ഞാൻ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറാണ്. വൈറ്റൽ ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം ആയിട്ടാണ്. അപ്പൊ അത് റിലേറ്റഡ് ഇന്ന് ഞാൻ സർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ ക്യാൻസറിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു ക്യാൻസർ മെയിൻലി HPV വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസ് ബാധ മൂലമാണ് ഈ ഒരു ക്യാൻസർ നമ്മുടെ ശരീരത്തിലേക്ക് വരിക. ഇത് യൂഷ്വലി ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഈ ഒരു ക്യാൻസർ നമ്മുടെ ശരീരത്തിലേക്ക് വരിക. ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകളോ അല്ലെങ്കിൽ 2 or 3 പ്രസവിച്ച സ്ത്രീകൾ അവർക്കാണ് ഇത് കൂടുതലായിട്ട് കാണുക. അതല്ലാണ്ട് ഗർഭനിരോധ ഗുളികകൾ കഴിക്കുന്നവരോ സ്മോക്ക് ചെയ്യുന്നവർക്കാണ് ഈ ഒരു അസുഖം കൂടുതലായിട്ട് കാണും. ഇതിന്റെ മെയിനായ ലക്ഷണങ്ങൾ, അതായത് 10 വർഷം നമ്മൾ ഈ ലൈംഗിക ബന്ധം തുടങ്ങിയതിന് ശേഷം ഒരു 10 വർഷം വരെ നമുക്ക് ഇതിന്റെ ഒരു സിംറ്റംസും നമുക്ക് കണ്ടിന്യൂ ചെയ്യും. ഒരു 35-40 വരെ കഴിയുമ്പോഴാണ് ഈ ഒരു ലക്ഷണങ്ങൾ, നമുക്ക് ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങാം. അത് എന്തൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ, നമുക്ക് ബന്ധപ്പെട്ടതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ മെൻസസ് കഴിഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവാം. ഒരാൾക്ക് മെൻസസ് നിന്നുകൊണ്ടിരിക്കുക, എന്നിട്ടും അവർക്ക് ഒരു മാസത്തിലോ 2 മാസം കൂടുമ്പോൾ നല്ല ബ്ലീഡിങ് ഉണ്ടാവും, നടുവേദന, ഒരു മോശമായ മണമുള്ള വെള്ളപ്പോക്ക്, കാലിന്റെ നീര്, ഇതൊക്കെയാണ് ഇതിന്റെ മെയിനായ ലക്ഷണങ്ങൾ. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഈ ഒരു അസുഖത്തിന്റെ പ്രത്യേകത, സർവൈക്കൽ ക്യാൻസർ നമ്മൾ എത്ര വേഗം കണ്ടുപിടിക്കുന്നു അത്ര വേഗം നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യാം. ഇതിന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ് പാപ് സ്മിയർ ടെസ്റ്റ്. ഇതൊരു 21 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് 3 വർഷം കൂടുമ്പോൾ ഗൈനക്കോളജി OPD ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ്. ഇത് കൂടാണ്ട് വേറൊരു ടെസ്റ്റും കൂടി ഉണ്ട്, HPV ടെസ്റ്റ്. ഇത് 5 വർഷം കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്. ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് വേഗം ഈ ഒരു അസുഖം കണ്ടുപിടിക്കാം, എന്നിട്ട് നമുക്കത് വേഗം ട്രീറ്റ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാൻ ഒരു ചൊല്ലുണ്ട്, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അങ്ങനെ തന്നെ ഈ ഒരു അസുഖം നമുക്ക് എത്ര വേഗം പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നോ അത്ര വേഗം നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യാം. ഇത് പ്രിവെന്റ് ചെയ്യുന്ന മാർഗം, നമ്മളിപ്പോ പ്രിവെൻഷൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വാക്സിനേഷൻ. അപ്പൊ ഇതിനും വാക്സിനേഷൻ ഉണ്ട്, HPV വാക്സിൻ. ഇത് 9 വയസ്സ് തൊട്ട് 15 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാം. 2 ഡോസ് ആയിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. അങ്ങനെ തന്നെ 15 വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകൾക്കും ഇത് കൊടുക്കാം. അത് കൊടുക്കുന്നത് 3 ഡോസ് ആയിട്ടാണ്, 0th ഡോസ്, 2nd ഡോസ് ആൻഡ് 6th ഡോസ്. പുരുഷന്മാർക്കും ഈ ഒരു വാക്സിൻ എടുക്കാം. അത് ഞാൻ പറഞ്ഞ പോലെ ഇത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു അസുഖം ആയതുകൊണ്ട് പുരുഷന്മാർക്കും ഈ ഒരു അസുഖം വരുന്ന ചാൻസസ് ഉണ്ട്. പക്ഷെ അത് ഒരു ജനൈറ്റൽ വാർഡ്സ് പോലെ അത്രയും സിവിയർ ക്യാൻസർ രൂപത്തിൽ വന്നില്ലെങ്കിലും യൂഷ്വലി ജനൈറ്റൽ വാർഡ്സ് പോലെയാണ് അത് വരിക. ഇപ്പോ ഒരു സ്ത്രീക്ക് ഈ ഒരു അസുഖം സർവൈക്കൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യൂഷ്വലി ഇതിന് റേഡിയേഷൻ ചെയ്യാം, കീമോതെറാപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഗർഭപാത്രം അങ്ങനെ തന്നെ എടുത്ത് കളയേണ്ടിയിട്ടുണ്ട്. ഹിസ്റ്ററെക്ടമി ആണ് ഇതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ്. സോ ഗെറ്റ് സ്ക്രീൻ, ഗെറ്റ് വാക്സിനേറ്റഡ്. താങ്ക് യു.